രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണം എന്ന അഭിപ്രായം പാർട്ടിയിൽ ശക്തമായിരുന്നു. വനിതാ നേതാക്കളടക്കം ഇന്നലെ അത് പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇതൊന്നും കൺസേൺഡ് അല്ല. ഹൂ കെയർസ്? നിങ്ങൾ ശക്തമായ തീരുമാനമുണ്ടാകുമെന്ന സൂചന പ്രതിപക്ഷ നേതാവടക്കം നൽകുകയും ചെയ്തിരുന്നു. അതിപ്പോൾ പാർട്ടിയിൽ നിന്നുള്ള സസ്പെൻഷനിലേക്ക് ചുരുങ്ങിയത് എന്തുകൊണ്ടാണ്? ഞാൻ മൊത്തത്തിൽ ഭയങ്കര സംഭവമാണ് ഇവിടെ. അതുകൊണ്ടാണ് ാപരമായി പുറത്തു നിർത്തുകയും ശിക്ഷിക്കുകയും പാർലമെന്ററി പാർട്ടി ഇതിനെ ഒഴിവാക്കുകയും ചെയ്തുകൊണ്ട് അയാളെ വല്ലാത്ത തരത്തിൽ ഒഴിവാക്കപ്പെട്ട ഒരു സംഭവം ശ്രീ ബിനുവിൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രത്തിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു വാർത്താ ശകലത്തിൽ ഒരെണ്ണം ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? അല്ല, ഒരു ചോദ്യത്തിന്റെ ഉത്തരം മറ്റൊരു ചോദ്യമല്ല. അങ്ങനെയല്ല ശ്രീ BRM ഷഫീർ. കേട്ടിട്ടും കേട്ടില്ല എന്നൊരു ഭാവമാണ്. റിട്ടേൺ കംപ്ലൈന്റിന്റെ ഒരു ഉപോത്ബലകത ഇല്ലാതെ ഞങ്ങളൊരു തീരുമാനമെടുത്തു. എന്താണ് ആ തീരുമാനം? ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്തു നിർത്താൻ തീരുമാനിച്ചു. ഇനി സീറ്റ് കൊടുക്കേണ്ടതിന് തീരുമാനിച്ചു. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്നോട് ആരും പറയാ? അയ്യോ, ഇതൊക്കെ നമ്മൾ എല്ലാവരും പറഞ്ഞു നടക്കുവാണോ? അതൊക്കെ അല്പത്തരല്ലേ. ഞങ്ങള് സീറ്റ് കൊടുക്കേണ്ടത് തീരുമാനിച്ചോ? അതല്ലേ അതിന്റെ അർത്ഥം? ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി നിർത്തുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇനി അത്തരത്തിൽ പരിഗണിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ തന്നെ വ്യാഖ്യാനിച്ചോളൂ. തന്റെ തലയിൽ എന്താണോ? എന്റെ തലയിൽ എന്താ സർ? ഇതുപോലെ കുറെ മക്കുണാപ്പന്മാരാണല്ലോ എന്റെ സർക്കിളുള്ളത്. ഞങ്ങൾ തീരുമാനിച്ചു അത്ര കടുത്തൊരു നടപടി സവിശേഷമായ ആദ്യമായി പുറത്തു പറയുന്ന ആൾ ശ്രീ ഷഫീറാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവില്ല, ഇത്തരത്തിൽ ഒരിക്കലും മത്സര രംഗത്ത് ഉണ്ടാവില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചു. ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയ അർത്ഥം എന്താ? ഞങ്ങൾ MLA എന്നുള്ള കൺസേൺ പോലും ഞങ്ങൾ ഒഴിവാക്കുകയാണ്. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നേ. ഞങ്ങളുടെ ഒരു ആരോപണം ഏത് സമയത്തും പിൻവലിക്കാം. സസ്പെൻഷൻ പിൻവലിച്ചാൽ പാർലമെന്ററി പാർട്ടിയിൽ വരും. കളിച്ചത് മതിയായില്ലേ? പുതിയ അടവാണോ? എന്തടവ്? ഷഫീർ, സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഏത് സമയവും പിൻവലിക്കാവുന്നതാണ്. ഇത് പുറത്താക്കലല്ല. ഇനിയിപ്പോ ഇതിനേക്കാൾ കൂടുതൽ ആധികാരികമായ തരത്തിൽ കാര്യങ്ങൾ നീങ്ങിയാൽ ഗൗരവതരമായി തന്നെ എടുത്തുകൊണ്ട് അതിനേക്കാൾ കടുത്ത തീരുമാനത്തിലേക്ക് പോകുമെന്ന് അസന്ദിഗ്ധമായി പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. സസ്പെൻഷൻ ശ്രീ ഷഫീർ പറയുന്നത് പോലെ നമ്മളൊക്കെ സംസാരിക്കേണ്ടതും പ്രശംസിക്കേണ്ടതും അത് ഏറ്റവും വലിയ തീരുമാനമാണെന്ന് ശ്ലാഘിക്കേണ്ടതുമാണോ? ഒരു സ്വീകരണം ഏർപ്പാടാക്കി സ്വർണ്ണ പതക്കം കൊടുക്കാം. എന്റെ മാഷെ, നിങ്ങൾ ഇപ്പോ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന് എന്താണ് സഹാറ മരുഭൂമിയിൽ കൊണ്ട് ഉപേക്ഷിക്കണമെന്നോ അല്ലെങ്കിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ നടുക്ക് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തെ കല്ലുകെട്ടി താത്തണമെന്നും നമ്മളാരും ആവശ്യപ്പെട്ടുള്ളത്. LDF-നോടുള്ള വിപ്രതിപത്തിയുണ്ട്, വിയോജിപ്പുണ്ട്, ആന്റി ഇൻകംബൻസി എന്ന് നമ്മൾ പറയുന്ന ഒരു സാധനമുണ്ട്. ആ അന്തരീക്ഷം നഷ്ടപ്പെടും. കാരണം അത് ശരിയാ. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തെ പോലെയുള്ള ആളുകൾ ഇവരൊക്കെ യോഗ്യന്മാരായിട്ട് നടക്കുമെങ്കിലും ഇവരുടെ കയ്യിലിരിപ്പ് ഇതാണ്. ഇവർ ഇന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് ചെയ്തത്, ഇന്ന പാർലമെന്റ് മെമ്പറുടെ മകളോട് ഇങ്ങനെയാണ് ചെയ്തത്, ഇന്നയാളുടെ ഭാര്യയോട് ഇങ്ങനെയാണ് ചെയ്തത് എന്ന് പ്രചരിപ്പിക്കും. സംശയിക്കാൻ എന്തിരിക്കുന്നു? അത് തീർച്ചയല്ലേ. അതിന്റെ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും. ഏത് കാലത്തും കോൺഗ്രസ് വോട്ട് ചെയ്തതിൽ വലിയ വിഭാഗം സ്ത്രീകളാണ്. അവരുടെ വോട്ട് എങ്ങോട്ട് പോകും? ഏതായാലും അത് കൈപ്പത്തിയിലേക്ക് പോയിക്കൊള്ളുന്ന ഒരു നിർബന്ധമില്ല. ഇതൊന്നും കണ്ട് വരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ. അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ, പറഞ്ഞാൽ അനുസരിക്കൂലല്ലോ. അത് മുസ്ലിം ലീഗിന്റെ കോട്ടയായ കുറ്റിപ്പുറത്ത് സാധാരണ ഇതിലെ UDF-ന് കിട്ടുന്നതിന്റെ പകുതി വോട്ട് LDF-ന് കിട്ടാത്ത സ്ഥലത്ത് KT ജലീൽ എങ്ങനെ ജയിച്ചേ? അത് ഐസ്ത്രീ പാർലറിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു. ഇത് തന്നെ താൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ താനേ അറിഞ്ഞോളും. രാഷ്ട്രീയമാണ്. ഷഫീറിന് ഇത് മനസ്സിലാകേണ്ടതൊന്നുമില്ല. അദ്ദേഹം നല്ല ബുദ്ധിയുള്ള ആളാണ്. അദ്ദേഹം ഇപ്പൊ കോൺഗ്രസ് വക്താവായിട്ട് വന്നുകൊണ്ട് ഈ യാഥാർത്ഥ്യം മറച്ചു പിടിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ് ഇപ്പൊ ഏൽപ്പിച്ച ജോലി അത് ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അതെ, അതുകൊണ്ടാണല്ലോ അത് ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാലക്കാട്ട് കോൺഗ്രസ്സുകാരില്ലാത്തതുകൊണ്ടാണോ പത്തനംതിട്ട ഇയാളെ ഇറക്കുമതി ചെയ്ത്? അയാളോട് താല്പര്യമുള്ളതുകൊണ്ടാണ്. പക്ഷേ അയാളുടെ കയ്യിലിരിപ്പ് ഇതാണ് എന്ന് ഇവർക്ക് നേരത്തെ അറിയാം. ഇപ്പൊ നാട്ടുകാർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് രാജിവെക്കണം എന്ന് പറഞ്ഞത്. അല്ലാണ്ട് സതീശന് പ്രതിപക്ഷ നേതാവിന്റെ അധികാരം ഉപയോഗിച്ച് ഒരു MLA-യോട് രാജിവെക്കാൻ പറയാൻ പറ്റുമോ? പറ്റില്ല. ആ തീരുമാനം എടുക്കാൻ രാഹുലിന് മാത്രമേ പറ്റുള്ളൂ. ഞാൻ പോവില്ല. രാഹുൽ രാജിവെക്കുകയില്ല എന്ന് ഉറപ്പായതുകൊണ്ട് അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇത് അരിയാഹാരം കഴിക്കുന്ന എല്ലാ ആൾക്കാർക്കും അറിയാം. അരിയല്ല, ഗോതമ്പും ചോളവും കഴിക്കുന്ന ആളുകൾക്ക് വരെ മനസ്സിലാവും. ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്, എനിക്കത് ക്ഷീണ എന്താ സംഭവത്തല്ലേ. ഞാൻ ഒരു കാര്യം പറയാം. ഷഫീറിനോട് സ്നേഹപൂർവ്വം ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. എനിക്ക് വളരെ സ്നേഹമുള്ള ആളാണ്. പക്ഷെ പ്രശ്നം എന്താറിയാമോ? ഈ അഭിപ്രായം പറഞ്ഞ ഈ വനിതാ നേതാക്കളെ കുറിച്ച് ഇന്ന് നിങ്ങളുടെ സൈബർ ഗുണ്ടകൾ എന്തൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത് അറിയാമോ? ഇതൊക്കെയാണോ നിങ്ങളുടെ കോൺഗ്രസ് സംസ്കാരം? ഇതൊക്കെ നാട്ടുകാർ കണ്ടോണ്ടിരിക്കല്ലേ? ഏഷ്യാനെറ്റ് കാണുന്നവർ മാത്രമല്ല, ലോകത്തുള്ള ആളുകൾ മുഴുവൻ കണ്ടോണ്ടിരിക്കുകയാണ് ഇവര് സൈബർ സ്പേസിൽ എഴുതിയിരുന്ന സാഹിത്യം. അതുമല്ലെങ്കിൽ
ഷാനിമോൾ ഉസ്മാനെയോ ലാലി വെൻസെന്റിനോ ആക്ഷേപിച്ചുകൊണ്ട് അവഹേളിച്ചുകൊണ്ട് പുലഭ്യം പറഞ്ഞതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭം ഇല്ലാതാവുമൊന്നുമില്ല. ആ കോൺഗ്രസ്സുകാരോട് പറയാനുള്ള ഇതാണ്, ഈ രാഹുൽ മാങ്കൂട്ടൻ രാജിവെക്കാത്തത് നിങ്ങൾ ദൗർബല്യമായിട്ട് കണക്കാക്കുന്നതിന് പകരം അതിന്റെ പുറത്ത് വീരസ്യം പറയുന്നത് വളരെ മോശമാണ്. ഇത് കാണുന്ന ആളുകൾ, ഇത് കേൾക്കുന്ന ആളുകൾക്ക് വെറും പൊട്ടന്മാരാണ് നിങ്ങൾ വിചാരിക്കരുത്. അടുത്ത് വേണോ ശിഷ്യ മായം? എന്താ കാര്യം? ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്നിപ്പോ ഈ ലോകത്തെ ഏറ്റവും സന്തോഷമായ ആളായിരുന്നത് പിണറായി വിജയനാണ്. വെക്കൂ രാജി എന്ന് മാർസിശ്ശേരി വിളിക്കുമ്പോൾ കർത്താവേ വെക്കല്ല രാജി എന്നാണ് അവർ ഉള്ളു പറഞ്ഞിരുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടൻ രാജിവെക്കാതിരിക്കേണ്ടത് CPM-ന്റെ ആവശ്യമാണ്, ഇടതുമുന്നണിയുടെ ആവശ്യമാണ്. ഇങ്ങനെ ഒരാൾ അവിടെ ഉള്ളതാണ്. രാജിവെക്കാതെ MLA സ്ഥാനത്ത് കടിച്ചു തൂങ്ങി കിടക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമുണ്ട്. പിന്നെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാവുമല്ലോ. അടുത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് എന്റെ പ്രധാനപ്പെട്ട കാര്യം. പറഞ്ഞ അബദ്ധാവോ എന്തോ അത് ഉറപ്പാണല്ലോ. അതിനു മുമ്പ് ഞാനൊരു കാര്യം, ഈ രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുക്കുമോ എന്നാണോ നിങ്ങളുടെ അഭിപ്രായം എന്നതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുക്കില്ല എന്ന് തന്നെ കരുതിക്കോളൂ എന്നുള്ളതാണ്. ഈ റോള് ഞാൻ പറഞ്ഞതിന് വിരുദ്ധമാണ്. രണ്ടാമത്തെ കാര്യം ശ്രീ ജയശങ്കർ സാർ പറഞ്ഞതിന് വിരുദ്ധമല്ല, ആദ്യം പറഞ്ഞത് തന്നെയാണ്. പിൻവലിക്കാം. ഞാൻ ക്ലാരിഫൈ ചെയ്തതാണ്, ഞാൻ ആഡ് ചെയ്തതാണ്, ഞാൻ കുറച്ചുകൂടി ജസ്റ്റിഫൈ ചെയ്ത് പറഞ്ഞതാണ്. അത് എന്റെ കൊണ്ട് എന്തോന്നാടോ ഇത്, എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഇതാണ് ഞാൻ ആഡ് ചെയ്തതാണ്, ഞാൻ കുറച്ചുകൂടി ജസ്റ്റിഫൈ ചെയ്ത് പറഞ്ഞതാണ്. അത് എന്റെ അത് പറയേണ്ട ഞാനല്ല. അതിന് KPCC അധ്യക്ഷനുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, കോർ കമ്മിറ്റി ഉണ്ട്, ഇലക്ഷൻ കമ്മിറ്റി ഉണ്ട്, സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറിമാരുണ്ട്, അതിനുള്ള ആളുണ്ട്. അത് BRM ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? മണ്ടയിൽ കുത്തിക്കറ്റണ്ട, അതിനകത്ത് ഇത്രയേ ഉള്ളൂ. അല്ല പറഞ്ഞപ്പോ ഒന്നുകൂടി സ്പഷ്ടമായി പറയാം. അയാൾക്ക് സീറ്റ് കൊടുക്കുമോ എന്നുള്ള നിങ്ങളുടെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യത്തിന് അങ്ങനെ അല്ല എന്ന് തന്നെ കരുതിക്കോളൂ. അയാൾക്ക് സീറ്റ് കൊടുക്കുമോ എന്നുള്ള നിങ്ങളുടെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യത്തിന് അങ്ങനെ അല്ല എന്ന് തന്നെ കരുതിക്കോളൂ. അങ്ങനെയല്ലേ? അതാണല്ലോ അതിന്റെ വിവക്ഷ. വിവക്ഷ. ഇനി രണ്ടാമത്തെ കാര്യം ശ്രീ ജയശങ്കർ പറഞ്ഞതാണ്, അത് പിൻവലിക്കണോന്നേ. ഷഫീർ പറഞ്ഞു പോയതാ. ഇപ്പൊ ചിലപ്പോ ആരെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും പിൻവലിക്കാൻ. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. അല്ല, സ്വാഭാവികമാണ്. നേതാവിനെ പറഞ്ഞാൽ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും. പറയാത്തൊരു കാര്യം, പറയാൻ അവകാശമില്ലാത്ത ഒരാൾ പറഞ്ഞു എന്ന് വരുത്തണ്ട. അല്ല, വരുത്തിയതല്ല, അവരെ പറഞ്ഞതാണ്. പക്ഷേ പറ്റിപ്പോയതാണെങ്കിൽ പിൻവലിക്കാം ഷഫീർ, ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല. പറയാൻ പ്രതിപക്ഷ നേതാവുണ്ട്, അത് പറയാൻ KPCC അധ്യക്ഷനുണ്ട്, അതിന് മുകളിൽ നേതാക്കന്മാരുണ്ട്, ഹൈക്കമാൻഡുണ്ട്. അത് തീരുമാനിക്കണ ഞാനല്ല. മനുഷ്യനെ പക്ക പൊട്ടനായി പോയാൽ എന്ത് ചെയ്യും? ഇയാൾക്ക് തലയ്ക്ക് എന്താ തകരാറാണ് മേഡം? ഞാൻ വെറും ഒരു കോൺഗ്രസിന്റെ ഒരു വക്താവ് മാത്രമാണ്. അതുകൊണ്ട് പിന്നെ സന്ദർഭത്തിൽ നടത്തിയെടുത്തുകൊണ്ട് ഒരു വാചകം എഴുതി കൊടുത്തത് ശരിയല്ല. സന്ദർഭത്തിൽ നടത്തിയെടുത്തതല്ല, വാശിക്ക് ഞാനിതൊന്നും കാണിക്കുന്നില്ല. ആളുകളൊക്കെ പല സ്ഥലങ്ങളിൽ കാണുന്നതാണ്, യൂട്യൂബിലൊക്കെ പിന്നിലോട്ട് പോയാൽ എന്താണ് ഷഫീർ പറഞ്ഞതെന്ന് മനസ്സിലാവും. അതുമാർക്ക് ഒരു അസോസിയേഷൻ രൂപീകരിക്കുന്നുണ്ട് സാർ, അതിന്റെ ആജീവനാന്ത പ്രസിഡന്റ് ആയ കൊള്ളാം. അപ്പോ വേണമെങ്കിൽ സീറ്റ് കൊടുക്കാം എന്നും കരുതണ്ട. മാരണമാണല്ലേ? അതും പറയാനുള്ള അവകാശം എനിക്കില്ലെന്നേ. വേണമെങ്കിൽ, ഇതാണ് കുഴപ്പം, വേണമെങ്കിൽ സീറ്റ് കൊടുക്കുമോ എന്നുള്ള ചോദ്യവും വേണ്ട. ഇത് കൊടും മാരണം തന്നെ. അത് പറയാനുള്ള ഉത്തരവാദിത്വം എനിക്കില്ല. സീറ്റിൽ മത്സരിപ്പിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരവും തൽക്കാലം പ്രാഥമികമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് പാർലമെന്ററി പാർട്ടിയിൽ ഇപ്പോൾ ഉണ്ടാവില്ല. നാളെ എന്ത് സംഭവിക്കുമെന്ന് ഷഫീറിന് അറിയില്ല. അത്രയേ ഉള്ളൂ. സത്യവും ഞങ്ങളെടുത്ത നിലപാട് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും നേതൃത്വവുമായി ചർച്ച ചെയ്തുകൊണ്ട് എടുത്തൊരു തീരുമാനം അവിടെയുണ്ട്. അത് വളരെ വ്യതിരിക്തമായ തീരുമാനമാണ്. നേരത്തെ ജയശങ്കർ സാർ പറഞ്ഞതുപോലെ ഇന്ന് വരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു നേതാവും എടുക്കാത്തൊരു റിസ്ക് ആണത്. ശ്രീജിത്ത് പണിക്കർ, ഈ ചോദ്യത്തിന് ഉത്തരവില്ലാത്തപ്പോഴുള്ള രോഷപ്രകടനമായിരുന്നു ഇത്. ഇതുപോലെയുള്ള ഇവരുടെ നടപടികളാണോ ശ്രീ ഷഫീർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് ഞങ്ങൾ വ്യത്യസ്തമായി നടപടിയെടുത്തു എന്ന് പറയാൻ പ്രേരിപ്പിക്കുന്നു? ആരോടും തട്ടിക്കയറിയിട്ടില്ലല്ലോ സാർ.
ശ്രീ ഷഫീർ, അല്ല ശ്രീ വിനു, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സത്യത്തിൽ എന്തു പറയണം, എങ്ങനെ പിടിച്ചു നിൽക്കണം എന്ന കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പത്തിലാണ് കോൺഗ്രസ് പാർട്ടി എന്നാണ് ഇന്നത്തേതടക്കം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ചാനൽ ചർച്ചകളെല്ലാം തന്നെ തെളിയിക്കുന്നത്. അയ്യോ മനോഹരമായിരുന്നു. കാരണം പാർട്ടിയുടെ ഔദ്യോഗിക അഭിപ്രായം പറയേണ്ട ആൾക്കാരാണ് പാർട്ടി വക്താക്കൾ. അവർക്ക് പോലും എന്താണ് ഈ വിഷയത്തിൽ പറയേണ്ടത് എന്ന കാര്യത്തിൽ നിശ്ചയമില്ല. നിന്റെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടൂടാ, ഫ്രെയിം ചെയ്ത് വീട്ടിൽ കെട്ടിത്തൂക്കാനാ. ഇപ്പൊ രാഹുലിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് ഒരു കാലാവസ്ഥാ പ്രവചനമാണ് ഒടുക്കം ശ്രീ ഷഫീർ പോലും ഈ ചർച്ചയിൽ പറഞ്ഞൊപ്പിച്ചത്. എന്നോടൊന്നും തോന്നരുത്, എന്നെ കണ്ട ഒന്നും തോന്നില്ലല്ലോ. അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും വളരെ ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കുന്നയാളാണ്. പക്ഷെ അദ്ദേഹത്തിനും ആ ഒരു ആശയക്കുഴപ്പം അവിടെ ഉണ്ടായി എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ്. അദ്ദേഹം അത് നിഷേധിച്ചാലും ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നതാണ്? രാഹുൽ തെറ്റുകാരനാണ് എന്ന പ്രാഥമികമായിട്ടുള്ള ബോധ്യം കോൺഗ്രസിനും കോൺഗ്രസിന്റെ പ്രവർത്തകർക്കും ഈ ന്യായീകരിക്കാൻ വരുന്ന വക്താക്കൾക്കും ഉണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത്ര കാര്യമുള്ളൂ. സത്യത്തിൽ ഈ സതീശനും സണ്ണി ജോസഫിനെയും ഞാൻ ശ്ലാഘിക്കുമായിരുന്നു. എങ്ങനെയായിരുന്നു അറിയാമോ? ഞങ്ങൾ രാഹുലിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടു, അയാൾ രാജിവെക്കാൻ തയ്യാറല്ല, അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ ഈ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് തുറന്നു പറഞ്ഞാൽ മതി. അത് സതീശൻ പറഞ്ഞാലും ചെന്നിത്തല പറഞ്ഞാലും മല്ലികാർജുന ഖാർഗെ പറഞ്ഞാലും രാജിവെക്കാൻ പറ്റില്ല. തീരുമാനം എടുത്തിട്ടുണ്ടോ? ജയശങ്കർ സാറേ ഒന്ന് നിർത്ത്.